നമസ്കാരം. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് ഒരാഴ്ച മുമ്പ് നൽകിയ മറുപടി. അതെന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? സിന്ധു നദിയിലെ വെള്ളം ചോദിച്ച പാകിസ്ഥാനോട് ആ ജലം കൊണ്ട് വേറെ ആവശ്യമുണ്ടെന്നാണ് ഇപ്പോൾ യുദ്ധത്തിന് ശേഷം ഇന്ത്യ മറുപടി നൽകിയത്. ഇന്ത്യക്കും ആ ജലം കൊണ്ട് ഏറെ ഉപയോഗമുണ്ട്. പാകിസ്ഥാനെ പോലെ സൈനിക വാഹനങ്ങൾ കഴുകാനല്ല, യുദ്ധത്തിനല്ല, ജനങ്ങളുടെ ജീവിതത്തിനും ക്ഷേമത്തിനും വേണ്ടി ഇന്ത്യ ഹരിതാപമാക്കാൻ, പ്രകാശപൂരിതമാക്കാൻ. മനസ്സിലായി കാണുമല്ലേ? ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് പാകിസ്ഥാൻ മനസ്സിൽ പോലും കാണാത്ത ചില പദ്ധതികളാണ്. സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇപ്പോൾ വെടിനിർത്തലിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തയച്ച് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ അത് നടക്കില്ലെന്ന് ഇന്ത്യ അപ്പോൾ തന്നെ മറുപടി നൽകിയിരുന്നു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ച ശേഷം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇന്ത്യയുടെ പക്ഷം. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇടപാടുകൾ പുനഃപരിശോധിക്കുന്നത് നടക്കില്ല. തൊട്ടു പിന്നാലെ സിന്ധു നദീജല കരാർ വീണ്ടും പ്രാവർത്തികമാക്കുന്നതും അവർ നടത്തില്ല. ഇപ്പോഴിതാ പാകിസ്ഥാനെ നൽകാതെ തടഞ്ഞു വയ്ക്കുന്ന ഇന്ത്യക്ക് ഏറെ വിലപ്പെട്ട ആ സിന്ധു നദീജലത്തിൽ ഇന്ത്യക്ക് ഒട്ടേറെ പദ്ധതികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ നദികളിൽ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ നടപടി തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ 19 ജലവൈദ്യുത പദ്ധതികളും സിന്ധു നദിയിലെ ജലത്തെ ആശ്രയിച്ചാണെന്ന് കൂടി ഓർക്കണം. സിന്ധു ജലം, ചെനാബ് നദികളിൽ 3 പുതിയ പദ്ധതികളാണ് ഇന്ത്യ ആലോചിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന 2 പദ്ധതികൾ വേഗത്തിലാക്കാനും നിലവിലെ ഇന്ത്യക്കുള്ളിലെ അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. പുതിയ പദ്ധതികളുടെ രൂപരേഖ ജലശക്തി മന്ത്രാലയം വൈകാതെ കേന്ദ്ര മന്ത്രിസഭയുടെ അടിയന്തര പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നാണ് വിവരം. എന്തൊക്കെയാണവ? ചെനാബ് നദിയിൽ സവാൽകോട്ട് സ്റ്റേജ് 2 1856 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. കിർത്തായ് 930 മെഗാവാട്ട്, ദുൽഹസ്തി 260 മെഗാവാട്ട്. അത് മതി, ധാരാളം. ഈ പദ്ധതികളാണ് ഇന്ത്യ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. മുൻപ് പാകിസ്ഥാൻ്റെ ഇടപെടൽ കാരണം പൂർണ്ണസജ്ജമാകാതിരുന്ന ബർസർ ഉറി പദ്ധതികളും നവീകരിക്കുന്നതിന് ഇപ്പോൾ ആലോചനയുണ്ട്. ജലവും ഇന്ത്യക്ക് ബ്രഹ്മോസ് മിസൈൽ പോലെ തന്നെ അമൂല്യമാണ്. പാഴാകില്ല ഒരിക്കലും. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട കാർഷിക, ഊർജ്ജ, വാണിജ്യ മേഖലകളിലെ പദ്ധതികൾ സിന്ധു ജലത്തെ ആശ്രയിച്ച് തന്നെയാണ്. പാകിസ്ഥാൻ്റെ നട്ടെല്ലാണ് ഈ സിന്ധു നദീജലം. സിന്ധ് പ്രവിശ്യ ആ സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പൊതുവെ വരണ്ടു കിടക്കുന്ന പാക് പഞ്ചാബിലെ ജലസേചനത്തിനും സിന്ധിലെ ജലമാണ് ഇപ്പോൾ എത്തിക്കുന്നത്. യുദ്ധത്തെ തുടർന്ന് ഈ ജലത്തെ ചൊല്ലി സിന്ധും പാക് പഞ്ചാബും തമ്മിൽ വൻ ലഹള തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. 6 കനാലുകൾ നിർമ്മിച്ച് സിന്ധിൽ നിന്നും ജലം പഞ്ചാബിലേക്ക് എത്തിക്കാൻ പാക് സർക്കാർ കൊണ്ടുവന്ന ആ പദ്ധതി തൽക്കാലം പാക് മുസ്ലിം ലീഗിൻ്റെ എതിർപ്പിനെ തുടർന്ന് മരവിപ്പിക്കേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഷഹബാസ് ഷെരീഫിന് അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഇന്ത്യയിലെ സിന്ധു നദീജലം കൊണ്ട് ഫലഭൂഷ്ടമാക്കുന്ന പാക് പ്രവിശ്യകൾ ഇന്ത്യയിലെ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നുവിട്ടതോടെ രൂക്ഷമായ വെള്ളപ്പൊക്കത്തിലാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യ ഷട്ടർ അടച്ചതിൻ്റെ ഫലം കണ്ടു തുടങ്ങും. ആ പ്രദേശങ്ങൾ വരണ്ടു തുടങ്ങും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ നിന്നും നഷ്ടപ്പെട്ട ജലം തിരിച്ചെടുക്കുകയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും കാട്ടി പാക് ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്തസ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട്. ന്യായമായ കാര്യം. പക്ഷേ കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടി യുദ്ധപ്രഖ്യാപനമെന്ന് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ജലം നൽകില്ലെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ എന്ത് കാര്യം ചെയ്യും? യുദ്ധം പ്രഖ്യാപിക്കുമോ? കാത്തിരിക്കുകയാണ് ന്യൂഡൽഹി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.